ഹായ്, നമസ്തേ. എന്ന് സ്വന്തം ശ്യാമിലി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിൻ്റെ പേരൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ആദ്യം ശ്യാമിലി മാജിക്സ് ആയിരുന്നു, ഇപ്പം ഞാനത് എന്ന് സ്വന്തം ശ്യാമിലി എന്നാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ടൈറ്റിലിൽ കണ്ട പോലെ തന്നെ എനിക്കും കുറച്ച് കാര്യങ്ങൾ ഇതിനെ പറ്റിയിട്ട് പറയാനുണ്ട്. ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പുറത്തു വന്നതോടുകൂടി മലയാള സിനിമാ ലോകം ഒന്നാകെ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പം ഞാനും ഒരു മൂവി ചെയ്തിട്ടുണ്ട്, ഗർഭക്ഷീമ എന്ന് പറഞ്ഞിട്ട്. ഇത് റിലേറ്റഡ്, ഈ കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ഒരു മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ ജീവിതം റിലേറ്റഡ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എങ്ങനെയാണ് ഇതിലേക്ക് വന്നതെന്ന് നിങ്ങളോട് പറയാം. ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ കേരള വിഷൻ ചാനലിൽ വർക്ക് ചെയ്തു. പിന്നെ അങ്ങനെ ഒരു കോണ്ടാക്ട് ത്രൂ ആണ് ഞാനൊരു മഴവിൽ മനോരമയിൽ ഈ വലിയമുന സീരിയൽ ചെയ്യുമ്പോഴാണ് ഗർഭക്ഷീമ എന്ന് പറഞ്ഞ മൂവിയിലേക്ക് അതിലുണ്ടായിരുന്ന ഷാജോട്ടൻ ത്രൂ ഓഫർ വരുന്നത്. അപ്പോൾ അങ്ങനെ ഡയറക്ടർ നമ്മളെ ലൊക്കേഷനിലേക്ക് കാണാൻ വരികയും അതിൽ സുരാജേട്ടൻ്റെ അനിയത്തിയായിട്ട് ഒരാഴ്ച എങ്ങാനും ഷൂട്ടുണ്ടായിരുന്നു. പറഞ്ഞു, ഡേറ്റ് ഫിക്സ് ചെയ്തു. ഞാനും അമ്മയും കൂടെ തന്നെയാണ് മാക്സിമം ഷൂട്ടിന് പോകുന്നത്. അമ്മയുണ്ടാവും, അച്ഛനുണ്ടാവും, ആരെങ്കിലും ഒരാളുണ്ടാവും. അപ്പം നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് നല്ലൊരു ഹോട്ടൽ തന്നു, ഫുഡും ഒക്കെ നല്ലതായിരുന്നു. ആരും എൻ്റെ അടുത്തേക്ക് ഇങ്ങനത്തെ ഒരു കാര്യം പറയാനോ അതിൻ്റെ ഡയറക്ടർക്കും കൺട്രോളർക്കും എല്ലാവർക്കും ഞാനൊരു വലിയൊരു നന്ദിയും കൂടി പറയുകയാണ്. കാരണം എനിക്ക് അങ്ങനത്തെ യാതൊരുവിധ അനുഭവങ്ങളും ഉണ്ടായിട്ടില്ല ബാഡായിട്ട്. ഈവൻ സുരാജേട്ടനാണെങ്കിലും നല്ല കമ്പനിയായിരുന്നു, പിന്നെ കൊച്ചു പ്രേമൻ അങ്കിളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല സെറ്റിൽ, ഞാനന്നൊരു കുട്ടിയായിരുന്നു. അപ്പം അങ്ങനെ നല്ല രീതിയിൽ എൻ്റെ ഷൂട്ട് കഴിഞ്ഞു പോയി എന്നുള്ളതാണ്. പിന്നെ ഈ ഇടയ്ക്കാണ് ഇപ്പം ഞാൻ റീ എൻട്രി ചെയ്യുമ്പോഴാണ് ഓരോരുത്തർ ഇപ്പോഴത്തന്നെ ഒരു അർജുൻ മേനോൻ എന്ന് പറഞ്ഞിട്ട്, എനിക്കറിയില്ല പുള്ളീനെ, ഡയറക്റ്റ് ആരോ കോണ്ടാക്ട് നമ്പർ കൊടുത്തു അങ്ങനെ പറയുന്നത്. ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണ്, അതായത് ധ്രുവ് വിക്രമിൻ്റെ മൂവിയാണ്. ഹീറോയിൻ ഇതിലേക്കാണ് കാസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് ആസ് യൂഷ്വൽ ഒരു ഫോമൊക്കെ തന്നു കേട്ടോ, മെയിൽ ID ആയിട്ട്. അപ്പോൾ എനിക്ക് എത്ര ഡൗട്ട് തോന്നിയില്ല, ഞാനത് ഫില്ലപ്പ് ചെയ്ത് കൊടുത്തു. പിന്നെ ആൾ കോൾ ചെയ്തിട്ട് പറയുന്നു, ഡയറക്ടർ കാണുമ്പോൾ അതായത് ഇതിൻ്റെ പിന്നിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റിനൊക്കെ റെഡി ആവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 1 crore അടുത്തേക്കൊക്കെ കിട്ടും. ആ രീതിയിൽ സംസാരം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, പൊന്നർജുൻ, എനിക്ക് അങ്ങനത്തെ രീതിയിലുള്ള ഒരു അവസരവും വേണ്ട, 1 കോടി എനിക്ക് വേണ്ട. ഞാൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യും, എനിക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ ഞാൻ വേണ്ടി റെഡിയാണ്. അതിനുള്ള പ്രതിഫലം എനിക്ക് കിട്ടിയാൽ മതി, വേറൊന്നും എനിക്ക് ആവശ്യമില്ല എന്നിട്ട് ആ കോൾ ഞാൻ കട്ട് ചെയ്തു. പിന്നെയും അയാൾ വിളിച്ചിട്ട് കോഴിക്കോട് വരാൻ പറയും. അപ്പം ഞാൻ പറഞ്ഞു, പെട്ടെന്ന് നിങ്ങളിങ്ങനെ പറഞ്ഞാൽ എനിക്ക് വരാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഞാൻ മെല്ലെ അത് ഒഴിവാക്കി. അപ്പോൾ ഈ തരത്തിലുള്ള കുറേ ആൾക്കാരുണ്ട് ഫീൽഡിൽ. ഞാൻ പറയുന്നത് എല്ലാവരും ഒരുപോലെ അല്ല. എനിക്ക് അങ്ങനത്തെ ഒരു ദുരനുഭവം ഉണ്ടായിട്ടില്ല. ഡയറക്റ്റ്ലി ആരും ചോദിക്കുകയോ പറയുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, ഇന്ന് കടന്നു വരുന്ന പെൺകുട്ടികൾ എല്ലാത്തിനും റെഡിയായി വരുന്ന ഒരവസ്ഥയുണ്ട്. മുന്നേ ഞാൻ ശ്രുതി രജനീകാന്തിനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ശ്രുതി പറഞ്ഞത് ഇത് തന്നെയാണ്, പല പെൺകുട്ടികളും ഇതിനെപ്പറ്റി നല്ല ധാരണയുണ്ട്. അവരുടെയൊക്കെ ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ്മെൻറ്റിന് റെഡി ആവുന്ന ഒരുപാട് ചാൻസ് കിട്ടുന്നു. അത് വെറും പൊട്ടത്തരമാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടുമായിരിക്കും, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ടാലൻ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ചാൻസ് കിട്ടില്ല. അപ്പം നിങ്ങൾ വെറുതെ പിന്നെ നിങ്ങൾ അതിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ട് ദുഃഖിക്കേണ്ടി വരും. അങ്ങനെ ഒരു ഇതിലൂടെയാണല്ലോ എനിക്ക് ഈ ഒരു ചാൻസ് കിട്ടിയതെന്ന്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളെല്ലാ ഫീൽഡിലും വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഈ ഫീൽഡിലും പെൺകുട്ടികൾക്ക് വർക്ക് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. അതായത് നമ്മൾ ആണുങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ വർക്ക് ചെയ്യാനുള്ള റൈറ്റ്സ് ഈ ഫീൽഡിലും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരികയും പല വമ്പന്മാർ താഴെ വീഴുകയും അവരുടെയൊക്കെ മുഖം മൂടി അഴിഞ്ഞ് വീഴുകയും ചെയ്യുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ആൾക്കാരുടെ മൂടുപടം താഴെ വീഴുമ്പോൾ പെൺകുട്ടികൾക്കുള്ളൊരു സേഫ്റ്റി കൂടുകയാണ്. ഇനി ആരെങ്കിലും ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ ആരെങ്കിലും ഒരാൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ, ഈ വക ചോദ്യം ചോദിക്കുമ്പോൾ അവരൊന്ന് പേടിക്കും. പോലീസ് കേസാവും, അങ്ങനെ പലതും ആവും എന്നുള്ളൊരു പേടി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ വമ്മന്മാരൊക്കെ വീഴട്ടെ, അവരുടെയൊക്കെ മുഖം മൂടി അഴിഞ്ഞ് വീഴട്ടെ എന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. പിന്നെ പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇഷ്ടമില്ല, നോ പറയേണ്ടടുത്ത് നോ അപ്പം പറഞ്ഞോളാം. പിന്നെ ആരും നിങ്ങളെ ഉപദ്രവിക്കാനോ ഒന്നിനും വരില്ല. ചാൻസ് പോവുകയാണെങ്കിൽ പൊക്കോട്ടെ, നിങ്ങൾക്ക് കഴിവുണ്ട്, നിങ്ങളുടെ ഒരു സമയം വരികയാണെന്നുണ്ടെങ്കിൽ എന്നാണെങ്കിലും നിങ്ങളെ തേടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എത്രയോ ജോലികളുണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കൂ. ഒരിക്കലും നോ പറയേണ്ടടുത്ത് നിങ്ങൾക്ക് എന്താണ് കൺഫ്യൂഷൻ ആവുക, അല്ലെങ്കിൽ അയ്യോ അങ്ങനെ പറഞ്ഞ എൻ്റെ ചാൻസ് പോകും നോക്കിയിരുന്നാൽ നമുക്കതിലൊന്നും പറയാനില്ല. പിന്നെ നല്ല രീതിയിൽ വരുന്ന പെൺകുട്ടികൾക്കും കൂടി അതൊരു ചീത്തപ്പേരാവും. പൊതുവെ ഞാനൊക്കെ വന്ന സമയത്ത് ഓർമ്മയുണ്ട്, ആൾക്കാരൊക്കെ നോക്കുമ്പം ഒരുമാതിരി നമ്മൾ വേറെ എന്തോ പണിക്ക് പോകുന്ന പോലെയൊക്കെ ഉള്ളൊരു നോട്ടം പണ്ടുണ്ടായിരുന്നു. ഇന്ന് കുറേ മാറിയിട്ടുണ്ട്.
അപ്പം ഞാൻ പറയുന്നത് നല്ല ആൾക്കാർക്കും കൂടി ഒരു ചീത്തപ്പേരായിരിക്കും ഇങ്ങനെ പോകുന്ന പെൺകുട്ടികൾ. രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ്. ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ പല മീൻസ് ആണുങ്ങളുണ്ടാവും ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചോദിക്കാൻ വേണ്ടിയിട്ട്. ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ പെൺകുട്ടികൾ എല്ലാത്തിനും റെഡിയായി വരുന്ന പെൺകുട്ടികളും. ഈ രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ് ഈ ഒരു ഫീൽഡിനെ ചീത്തയാക്കുന്നത്. അല്ലെങ്കിൽ നല്ല ആൾക്കാർക്കും കൂടി ചീത്തപ്പേര് കേൾപ്പിച്ചു കൊടുക്കുന്നത് ഈ രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ്. അപ്പം ദയവ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോ പറയേണ്ടടുത്ത് നിങ്ങൾ നോ തന്നെ പറയുക. അതിന് ആകാശം ഇടിഞ്ഞ് വീണാലും ഒരു പ്രശ്നവുമില്ല. നിങ്ങളുടെ ചാൻസ് പോകുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ടാലൻ്റ് ഉണ്ടെങ്കിൽ ടാലൻ്റ് നോക്കുന്ന ഒരുപാട് അവസരങ്ങൾ നിങ്ങൾ തേടി വരുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ഇനി ഈ ഫീൽഡിലേക്ക് വരുന്ന പെൺകുട്ടികൾ കുഴിയിലൊന്നും പോയി ചാടരുത്. പിന്നെ ഇനിയിപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടും പല വമ്പന്മാർ വീഴുന്ന കാഴ്ചയും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇനി ഈ കാഴ്ച ഇതോടുകൂടി മറഞ്ഞു പോവാണ്ട് ഇതൊരു ഓർമ്മപ്പെടുത്തലായിട്ടിട്ട് മലയാളത്തിൽ മാത്രമല്ല ബാക്കി എല്ലാ ലാംഗ്വേജിലും, അതായത് തമിഴ്, തെലുഗു, ഏതിലാണെങ്കിലും പെൺകുട്ടികൾക്ക് സേഫ്റ്റി വേണം. അതിന് കൂടുതൽ ഉത്തരവാദിത്തം അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഏറ്റെടുക്കണം. അപ്പോൾ ഇതൊക്കെ വിചാരിച്ചിട്ട് ഇനി സിനിമാ മേഖല ഒരുപാട് മാറണമെന്ന് ഞാനും മനസ്സറിഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണ്. അല്ലെങ്കിൽ അങ്ങനെ ആവണേന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. പറഞ്ഞ പോലെ മീഡിയ ഒക്കെ ഇത് ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഇത് എല്ലായിടത്തും ഭയങ്കര പബ്ലിസിറ്റി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനൊരു അതായത് അഡ്ജസ്റ്റ്മെൻറ്റിന് ചോദിക്കുന്ന ആൾക്കാരെ എന്തായാലും ഒന്ന് പേടിക്കും. എന്നാലും ഇനി അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ. അപ്പം എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു ദുരനുഭവം ഉണ്ടായിട്ടില്ല. ഇങ്ങനത്തെ ഇൻഡയറക്റ്റായിട്ട് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ചില കോന്തന്മാരെ വിളിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് അർജുൻ മേനോൻ എന്ന് പറഞ്ഞ അയാൾക്ക് എനിക്ക് തോന്നുന്നു ഈ ഫീൽഡായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പം അങ്ങനത്തെ എല്ലാ ഫീൽഡിലും ഉള്ള പോലെ തന്നെ ഈ ഫീൽഡിലും നല്ലതും ചീത്തയും ഉണ്ട്. നമ്മൾ നല്ല വഴി ചൂസ് ചെയ്യുക. നോ പറയേണ്ടടുത്ത് നോ പറയുക. അപ്പം എൻ്റെ ഒരു സുഹൃത്താണ് നമ്മുടെ ഉഷ ചേച്ചി. അവർ 1992 വീഡിയോ ഒക്കെ ഇപ്പം ഒന്ന് വൈറലായിട്ടുണ്ട്. അവർ അന്നും അവരുടെ നിലപാട് ഒന്ന് തന്നെയാണ് ഇന്നും. ഞാൻ മീൻസ് ഇപ്പം അടുത്തുകൂടി അവരെ വിളിച്ച് സംസാരിച്ചിട്ടുള്ളൂ. അപ്പോൾ അവർ പറയുന്നത് തന്നെ, നിങ്ങൾ നോ പറയേണ്ടടുത്ത് നോ പറയുക. ഞങ്ങളൊരു വർക്ക് ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്, ആവർത്തനം എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം. അതിൽ ഞാൻ ഹീറോയിനായിരുന്നു, എൻ്റെ വളർത്തമ്മയായിട്ടാണ് ഉഷ ചേച്ചി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ ഞാനും ഈ ഫീൽഡിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ആസ് ആൻ ആർട്ടിസ്റ്റ് എനിക്ക് വേറൊരു ജോലി എന്താ പറയുക ചെയ്യാൻ അറിയില്ല എന്നല്ല, എനിക്കതിൽ താല്പര്യം ഇല്ലെങ്കിൽ ചെയ്യാൻ തോന്നുന്നില്ല. അപ്പം നമ്മൾ ആർട്ടിസ്റ്റ് ആകുമ്പോൾ നമുക്ക് കൂടുതൽ താല്പര്യം അത് തന്നെ ആയിരിക്കും. അപ്പം നല്ല രീതിയിലുള്ള അവസരങ്ങൾ വർക്കിനെ ബേസ് ചെയ്തിട്ട്, അതായത് ആണും പെണ്ണും തുല്യരാണ്, നിങ്ങൾ വർക്ക് ചെയ്യുന്നു, നിങ്ങളുടെ സാലറി വാങ്ങുന്നു, പോകുന്നു എന്നുള്ള നിലയിലേക്ക് നമ്മുടെ ഈ ഇൻഡസ്ട്രി വരണം എന്ന് ഞാനും മതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഞാൻ ഉഷയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇനിയും നമ്മുടെ ഇൻഡസ്ട്രി ഒരുപാട് മാറട്ടെ, പെൺകുട്ടികൾക്ക് കൂടുതൽ സുരക്ഷിതത്വം ഏർപ്പെടുത്തട്ടെ. എല്ലാവരും അതിനു വേണ്ടിയിട്ട് ബോധവാന്മാരാവേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ കുറേ കൂടി ബോധവാന്മാരാണ്. ഇങ്ങനത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നതോടുകൂടി അതിനെല്ലാം കാരണക്കാരി ഭാവനയും അതിലൊരു വലിയൊരു കാരണക്കാരിയാണ്. കാരണം ഭാവന അന്ന് കേസിന് പിറകെ പോയി പോരാടി. അതുകൊണ്ട് തന്നെ കുറേ പിറകിലുള്ള വമ്മമാരൊക്കെ വീണിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ എനിക്കും കുറച്ച് നല്ല പ്രോജക്ട്സ് ഒക്കെ ചെയ്യണമെന്നുണ്ട്. നല്ല രീതിയിൽ വരുന്ന വർക്ക് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി റെഡിയാണ്. നമ്മുടെ മാക്സിമം ടാലൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് റെഡിയാണ്. അപ്പോൾ അങ്ങനത്തെ വർക്ക്സ് ഇനിയും വരണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. ഇൻഡസ്ട്രി അതുപോലെ തന്നെ മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറയുക. പിന്നെ അങ്ങനത്തെ ആൾക്കാരോട് നോ തന്നെ പറയുക, കട്ടുകെട്ടായിട്ട് നോ പറയുക. അങ്ങനത്തെ അവസരമില്ല എന്നുണ്ടെങ്കിൽ വേണ്ടാന്ന് വെക്കുക. അത്രയേ ഉള്ളൂ. നമുക്ക് നമ്മുടേതായ വഴിയുണ്ട്, ജീവിതമുണ്ട്. ഇപ്പം അഭിനയമല്ല എങ്കിലും നമുക്ക് ജീവിക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ ഓപ്ഷനായിട്ട് നമ്മൾ കാണുക. അതായത് അങ്ങനത്തെ അവസരം വരുമ്പോൾ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇരിക്കാനുള്ളൊരു തൻ്റെയിടം കൂടി നമ്മൾ കാണിക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എനിക്ക് ഇത്രയും കാര്യങ്ങൾ പറയണം എന്നുണ്ടായിരുന്നു. കുറേ ദിവസമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുകയായിരുന്നു. ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയണം എന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളോട് പറഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനമുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.